പോത്തുപോലെ വളർന്നിട്ടും നേരെ നിൽക്കാൻ പറ്റാത്ത ഒരു കോളിയാസ് ചെടിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇവനാണ് അവൻ. നേരെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിനെ മുറ്റത്തിൻ്റെ ഒരു മൂലയിലേക്ക് മാറ്റിയിട്ടിരുന്നു കേട്ടോ. ചെടിച്ചട്ടി മറിഞ്ഞ് മറിഞ്ഞ് പോവുകയാണ്. അതായത് ആകെ 2 തണ്ട് കോളിയാസ് തണ്ടാണ് ഞാനിതിന് നട്ടു കൊടുത്തത്. ആ 2 തണ്ടും ഭയങ്കര ശക്തിയോടെ നല്ല വണ്ണം വെച്ചങ്ങ് വളർന്നു അതിൻ്റെ തണ്ടുകൾ. അത് കഴിഞ്ഞപ്പം നമ്മൾ നനയ്ക്കുമ്പോൾ ഇലയിലൊക്കെ വെള്ളം വീണ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വെയിറ്റ് താങ്ങാൻ കഴിയാതെ ചട്ടി 2 വശത്തേക്ക് മറിയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ഇതിനെ മാറ്റി വലിയൊരു ചട്ടിയിലേക്ക് നടണമെന്ന് കരുതി. അപ്പോൾ ഞാനെടുത്ത് പറമ്പിലിട്ടതാണ്. പിന്നെ അതിനുള്ള സമയം കിട്ടിയില്ല. ഇപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ തണ്ടിൽ കൂടി എല്ലാം പുതിയ മുളകൾ വന്നിട്ടുണ്ട്. ഈ ചെറിയ തൈകളാണ് നടാൻ ഏറ്റവും നല്ലത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തപ്പം ഒരു സുഹൃത്ത് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറിയ തണ്ടുകൾ നടുന്നതാണ് നല്ലതെന്ന്. ഇത്രയും ചെറിയ തണ്ട് നട്ടിട്ടുണ്ടെങ്കിലും കോളിയാസ് വേഗം വളരും കേട്ടോ. ഇത്രയും വേര് പിടിച്ച് വന്നിട്ടുണ്ട്. ആ ചട്ടിയിലെ മണ്ണ് ഞാനെടുത്ത് കളയാണ്. ആ തണ്ടതിന് ഉപയോഗിക്കുന്നില്ല. ഒരുപാട് ചെറിയ തൈകളുള്ളത് കൊണ്ട് അത് നടാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, എൻ്റെയും ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിരുന്നതാണേ. ചകിരിത്തൊണ്ടാണ് നമ്മൾ ചെടിച്ചട്ടിയിൽ നിറച്ചത്. പിന്നെ ഇപ്പോഴത്തെ പോലെ മണ്ണ് നിറച്ചു. അതിനകത്തേക്ക് നമ്മുടെ ചെടീൻ്റെ ചെറിയ തണ്ടുകൾ നോക്കിയാണ് ഞാൻ എടുത്തത്. ഒരുപാട് ചെറിയ തൈകളുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ഈ 2 നട്ടാൽ തന്നെ നേരത്തെ വന്ന പോലെ നല്ല നിറഞ്ഞു വരുവേ. ഞാൻ എന്തായാലും കുറേ ഉള്ളത് കൊണ്ട് അത് കുറേ അങ്ങ് നട്ട് വെക്കുന്നുണ്ട്. ഇത് ഏതവസ്ഥയിലാകുമെന്ന് കണ്ടറിയാം. അപ്പം അതിൻ്റെ പണി കഴിഞ്ഞു. അടുത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പന്തൽ പെയിൻ്റ് അടിക്കാൻ വേണ്ടി കുറേ ചെടികളൊക്കെ പറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ചട്ടിയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ 1-2 ഒന്ന് മാറ്റി നട്ടു. പിന്നെ അതേപോലെ തന്നെ ഇന്നലെ മഴ പെയ്തപ്പം ഇതേപോലെ വെള്ളം വീണ് വെയിറ്റ് താകാനാതെ മറ്റൊരു കോളിയാസും കൂടി ഇതേപോലെ പൊട്ടി വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയെടുത്ത് കുത്തി വെച്ചതാണത്. അത് ഞാനെടുത്ത് കളഞ്ഞു. അതിനകത്തു നിന്നും കുറച്ച് ചെറിയ തണ്ടുകൾ മുറിച്ചെടുത്ത് അതിനെ ഒന്ന് മാറ്റി നട്ടേക്കാമെന്ന് വിചാരിച്ചു. കോളിയാസ് എല്ലാം തന്നെ കുറേ പ്രായമായവയാണ്. എല്ലാം മാറ്റി നടാനായി. അപ്പോഴാണ് നമ്മുടെ അച്ഛൻ പണിയേറി വന്നിട്ടുണ്ട്. അച്ഛൻ എനിക്കുള്ളൊരു ചെടിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അനിയത്തി വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ഓടി വന്നതാണ്. അച്ഛൻ പണിയെടുക്കാൻ പോകുന്ന വീട്ടിൽ നിന്ന് ഒരു ചെറിയ ചെടി എനിക്കില്ലാത്തൊരു വെറൈറ്റി കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷമായി. പിന്നെ കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളെയും കൂടി കൊണ്ടുവന്നിരുന്നേ. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ഇവനെയും കൂടെ നമുക്കിന്ന് തരണം. ചെറിയ കോളിയാസ് മാറ്റി നട്ടിൽ മാത്രമേ വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പിന്നെ നോക്കുമ്പോൾ എല്ലാം മാറ്റി നടാനായി തോന്നി. എല്ലാം പണി കൂടി. സന്ധ്യാസമയത്താണ് തുടങ്ങിയത്. പിന്നെ ചെയ്തെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും രാത്രിയായി. ഒരെണ്ണം മാറ്റി നട്ടിൽ മാത്രമേ എൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും തുടങ്ങിയ സ്ഥിതിക്ക് ഇനി എല്ലാം കൂടി അങ്ങ് അയക്കാമെന്ന് വിചാരിച്ചു. അതിലേത് നമ്മൾ ചെടിയെല്ലാം പറിച്ച് കളഞ്ഞ് ചാണകപ്പൊടിയും മണ്ണും കൂടി ആയിട്ട് മിക്സാക്കി. ഇതിൻ്റെ കുറച്ചുകൂടി വലിയ ഇലയാണേ. ഇത്രയും വലിയ ഇല ആവശ്യമില്ല. ചെറിയ ഇലയുള്ള ചെറിയ തണ്ടാണ് ഏറ്റവും നല്ലത് നടുന്നത്. ഇത് ഉണങ്ങി പോകും വേകുന്നതാണ്. ഇത്രയും വേസ്റ്റുകളുണ്ട് കേട്ടോ. ഇതൊന്നും അല്ല, കുറേ ഉണ്ട്. കുറേ ഞാൻ കളഞ്ഞു. ഇത് നടാൻ വേണ്ടി തിരഞ്ഞെടുത്തതിൽ നിന്നും ഇത്രയും തന്നെ വേസ്റ്റ് ഉണ്ടേ. പിന്നെ അച്ഛൻ കൊണ്ടുവന്ന ചെടിയും കൂടെ ഞാൻ കുറച്ച് അടിയിൽ ചകിരി ഇട്ടു. അതിൻ്റെ ചുവട്ടിൽ ചാണകപ്പൊടിയൊക്കെ ഞാൻ ആ കുഴിയിൽ തന്നെ ഇട്ടു കേട്ടോ. സാധാരണ ഞാൻ ഒരു കൊട്ടയിൽ എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇടാറുണ്ടായിരുന്നത്. പക്ഷേ ഇത് സമയം പോയതുകൊണ്ട് അതിനൊന്നും നിന്നില്ല. ആ കുഴിയിലോട്ട് തന്നെ എല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടിട്ട് ചട്ടിയിൽ നിറയ്ക്കുകയാണ് ചെയ്തത് കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ 10 മണി തിന്ന കോഴീനെ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അയാളിതാ ഈ ആശാനാണ് എൻ്റെ 10 മണി മുഴുവൻ കുത്തി തിന്നയാൾ കേട്ടോ. ആ ചെടീൻ്റെ പണി കഴിഞ്ഞപ്പോൾ അടുത്ത ചെടിച്ചട്ടിയും കൂടി എടുത്തു. അതും നല്ല ബുഷിയായി നിന്നിരുന്ന ചെടിയാണ്. പക്ഷേ ഇപ്പോൾ പ്രായമായതുകൊണ്ട് അതും ഏകദേശം കൊമ്പെല്ലാം നീണ്ട് വല്ലാതെ അവസ്ഥയിലായിരുന്നു. അപ്പോൾ എന്താളും ഇറങ്ങിയതല്ലേ വിചാരിച്ച് അതിനെയും കൂടി കുറച്ച് പണിതു കേട്ടോ. അതിൻ്റെയും വേരുകളൊക്കെ എടുത്ത് മാറ്റി കുറച്ച് നല്ല ഇലകൾ മാത്രം എടുത്ത് അതും വെറുതെ ഇങ്ങനെ കുത്തി കൊടുത്തു. ഇത് വേഗം പിടിക്കുവേ. തണലത്ത് വെച്ച് കൊടുത്താൽ മതി, പെട്ടെന്ന് വേര് പിടിക്കുവേ സാധനം. പിന്നെ അധികം വിലയൊന്നും ഇല്ലാത്ത തണ്ടാണെങ്കിൽ നല്ലത്. അപ്പോൾ നമ്മുടെ ചെടികളെല്ലാം ഇതേപോലെ തണലത്താണ് ഞാൻ ആദ്യം വെക്കുക. വീണ്ടും അങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ നട്ടത് മേലെ വെച്ചത് കോഴിയാണോ പൂച്ചയാണോ എന്തോ കയറി മറിഞ്ഞു പോയി. വീണ്ടും അത് മറിഞ്ഞു പോയി കേട്ടോ. ഇപ്പം നട്ട ശേഷം 2ാമത്തെ തവണയാണ് അത് മറിഞ്ഞു പോകുന്നത്. എന്തായാലും വേര് പിടിച്ചോളും. പിന്നെ അതിൻ്റെ കുറേ തണ്ടുകൾ വേറെ ഉള്ളത് കൊണ്ട് എനിക്ക് അത്രയും സങ്കടം തോന്നിയില്ല. പിന്നെ നമ്മൾ എന്ത് സാധനം നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നനച്ച് കൊടുക്കണേ. എൻ്റെ വീഡിയോ കാണുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ. പിന്നത്തെ നമ്മുടെ പണികളൊക്കെ ഏകദേശം അവസാനിപ്പിക്കുകയാണ്. നട്ട ചെടികളെയൊക്കെ തണലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ അപ്ഡേഷൻസ് പറയാനുണ്ട്. അതിലെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെടിയെ കാണിച്ചു തരാം. ലക്കി ബാമ്പു ഇനത്തിൽപ്പെട്ട ചെടിയാണ്. നല്ല ഭംഗിയിൽ എൻ്റെ ഇല കാണാൻ. കുറേ ചെടിച്ചട്ടിയിൽ ഇവിടെ നടണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വെങ്കയിലൊക്കെ നിറയെ മുട്ടുകളുണ്ട്. അടുത്ത ദിവസം കാണിച്ചു തരാവേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.